ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തരിയുണ്ടയാണ്. ഇതിന് റവയുണ്ട, റവ ലഡു എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തരിയുണ്ട എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. തരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം തരിയാണ്, അതായത് റവ. അപ്പോൾ ഈ 1/2 കിലോഗ്രാം തരിക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 240 ml കപ്പിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് 1/2 കിലോഗ്രാം തരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ്. ഒരു മീഡിയം സൈസിലുള്ളൊരു തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1.5 തേങ്ങ വരെയൊക്കെ ചേർക്കാം. തേങ്ങ കൂടുന്തോറും നല്ല ടേസ്റ്റാണ് തരിയുണ്ടയ്ക്ക്. പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ്. പിന്നെ വേണ്ടത് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയുമാണ്. ഇത് നിർബന്ധമില്ല, ചേർത്താൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ ചേർക്കുക. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് തരിയുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മുഴുവനായിട്ടൊന്ന് മെൽറ്റായി വരണം. നെയ്യ് മുഴുവനും മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഫ്രൈ ചെയ്യേണ്ട. ഈ നെയ്യിലൊന്ന് ഇളക്കി ഉടനെ തന്നെ നമുക്ക് തിരിച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഉണക്കമുന്തിരിയും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/2 കിലോഗ്രാം തരി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തരി വറുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി. ഫ്ലെയിം കൂട്ടിയെടുക്കണ്ട, അപ്പോൾ പെട്ടെന്ന് റവ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിതുപോലെ ഇളക്കി നെയ്യിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കാരണം നമ്മൾ പിന്നീട് ഈ റവ അധികം കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ അത്യാവശ്യം വേവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കുക. പക്ഷേ ഇതിൻ്റെ കളറൊന്നും മാറി വരാൻ പാടില്ല. കളറ് വല്ലാതെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറോ ഒന്നും ആവാൻ പറ്റില്ല. കാരണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ തരിയുണ്ട വല്ലാതെ ഹാർഡായി പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് തന്നെ ഇത് അടുപ്പത്തുനിന്ന് മാറ്റണം. അധികം വറുത്തെടുക്കരുത്. അപ്പോൾ റവ ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാൻ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കാം. പഞ്ചസാര ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളവും പഞ്ചസാരയും കൂടി നന്നായി മിക്സായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങണം. പഞ്ചസാര ഇവിടെ ചെറുതായിട്ട് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര മുഴുവൻ മെൽറ്റാവാൻ നിൽക്കണം എന്നില്ല. ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടി ഇതുപോലെ ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഈ പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഈ തേങ്ങ പഞ്ചസാരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തരിയുണ്ട പെട്ടെന്നൊന്നും ചീത്തയാവില്ല. തേങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കേടാവാതെ ഇരിക്കും. അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പഞ്ചസാര മെൽറ്റായി ഉടനെ റവ ചേർക്കുകയാണെങ്കിൽ തേങ്ങ അധികം വെന്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ തരിയുണ്ട ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ തരിയുണ്ട ചീത്തയായി പോവും. അപ്പോൾ ഇതുപോലെ തേങ്ങ നന്നായിട്ടൊന്ന് വേവിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് വരെ വളരെ ചെറിയ തീയിൽ ഞാനിതിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ ചേർക്കാം. റവ മുഴുവനായിട്ട് ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിലുള്ള വെള്ളം അധികം വറ്റുന്നതിന് മുന്നേ തന്നെ റവ ചേർക്കണം. അധികം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റവ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാനും അതുപോലെ ഉണ്ടയാക്കി എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ പഞ്ചസാരയിൽ കുറച്ച് നനവുണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് റവ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
ഇതുപോലെ എല്ലാ ഭാഗവും ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം അടുപ്പിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ സമയം അതിൽ വെച്ചിരിക്കണ്ട. അപ്പോൾ റവ കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഹാർഡായി പോകും. അപ്പോൾ പുറത്ത് വെച്ചിട്ടും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക. ഇതുപോലെ ഇളക്കി ഇളക്കി കുറച്ചൊന്ന് ചൂട് പോകുമ്പോൾ തന്നെ നമ്മളിത് ഉണ്ടയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം. നമ്മളിത് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടയാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലായിക്കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഉണ്ടയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി എടുത്ത് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഉരുളയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചൂടോടുകൂടി തന്നെ കയ്യിലെടുത്തിട്ട് ഉണ്ടയാക്കാൻ തുടങ്ങാം. കുറച്ച് ചൂടുണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് മറ്റേ കൈയും കൂടി വെച്ച് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് നന്നായിട്ട് ഉരുളയാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര ജോലിയില്ല. പെട്ടെന്ന് ഒരു കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്പം വലിയ തരിയുണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉരുളകളാണെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഉരുളയാക്കാം. അപ്പോൾ ഇത് ഉരുളയാക്കിയതിന് ശേഷം മുകളിൽ വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്കിത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കശുവണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഇങ്ങനെ മുകളിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു തരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഭംഗിയുള്ള തരിയുണ്ട റെഡി ആയി കഴിഞ്ഞു. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള തരിയുണ്ട മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആണെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വലിയ തരിയുണ്ട ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. തരിയുണ്ട മുഴുവനായിട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തരിയുണ്ട ആയതുകൊണ്ട് 18 എണ്ണം മാത്രമേ ഉള്ളൂ. ചെറിയ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് വലിയ ഉണ്ടയാണ്. അപ്പോൾ 18 എണ്ണം മാത്രമാണ് 1/2 കിലോഗ്രാം തരിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തരിയുണ്ടയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്